ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രഫി. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരം. പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന കൃതി ആരുടേതാണ്? എസ്.കെ. പൊറ്റക്കാട്. പാതിരാ സൂര്യൻ്റെ നാട്ടിൽ കൃതി എസ്.കെ. പൊറ്റക്കാട്. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണതലത്തിൽ നിന്നുള്ള ചരിവ് എത്ര ഡിഗ്രിയാണ്? 66.5 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണതലത്തിൽ നിന്നുള്ള ചരിവ് എത്ര ഡിഗ്രിയാണ്? 66.5 ഡിഗ്രി. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം എത്ര ശതമാനമാണ് ജലമുള്ളത്? 71%. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം എത്ര ശതമാനമാണ് ജലം ഉള്ളത്? 71%. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം എത്ര ശതമാനമാണ് ജലമുള്ളത്? 71%. കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ്. കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണ് പീറ്റ് മണ്ണ്. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണ് ജനുവരി. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണ് ജനുവരി. കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം 5. 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 അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ആരാണ്? ചൈനക്കാർ. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാർ. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം 2023. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷമാണ് 2023. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് KMRL. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് ആരാണ്? KMRL. മീറ്റർ ഗേജിൻ്റെ അകലം 1 മീറ്റർ. മീറ്റർ ഗേജിൻ്റെ അകലം എത്രയാണ്? 1 മീറ്റർ. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ ആരംഭിച്ചത് കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ ആരംഭിച്ചത് കൊൽക്കത്ത. റെയിൽവേ സംവിധാനം ആരംഭിച്ച രാജ്യമാണ് ബ്രിട്ടൻ. റെയിൽവേ സംവിധാനം ആരംഭിച്ച രാജ്യം ബ്രിട്ടൻ. ഇന്ത്യയിലേക്കുള്ള യാത്രയിലെ വാസ്കോഡ ഗാമയുടെ നാവിക സംഘങ്ങളുടെ എണ്ണം 170. ഇന്ത്യയിലേക്കുള്ള യാത്രയിലെ വാസ്കോഡ ഗാമയുടെ നാവിക സംഘങ്ങളുടെ എണ്ണം 170. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആകൃതി എസ് ആകൃതി. എസ് ആകൃതിയിലുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. എസ് ആകൃതിയിലുള്ള തടാകം, എസ് ആകൃതിയിലുള്ള സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ഭൂമിയിലെ ആകെ ശുദ്ധജലത്തിൻ്റെ അളവ് എത്ര ശതമാനം? 3%. ഭൂമിയിലെ ആകെ ശുദ്ധജലത്തിൻ്റെ അളവ് 3%. അടുത്തടുത്തുള്ള രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള ദൂരം 111 കിലോമീറ്റർ. അടുത്തടുത്തുള്ള രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള ദൂരം 111 കിലോമീറ്റർ. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4' മുതൽ 37 ഡിഗ്രി 6' വരെ. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4' മുതൽ 37 ഡിഗ്രി 6' വരെ. ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആകെ ഭാഷകളുടെ എണ്ണം 17. ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആകെ ഭാഷകളുടെ എണ്ണം 17. ഏഴാമത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷ ഏതാണ്? മലയാളം. ഏഴാമത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷ മലയാളം. ഹരിയാലി തീജ് ആഘോഷം രാജസ്ഥാൻ. ഹരിയാലി തീജ് ആഘോഷം ഏത് സംസ്ഥാനത്തിലെയാണ്? രാജസ്ഥാൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986 ഡിസംബർ 24. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986 ഡിസംബർ 24. 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആർ വൈരമുത്തു. 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആർ വൈരമുത്തു. 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആർ വൈരമുത്തു.
ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM നിലവിൽ വന്ന സംസ്ഥാനം ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM നിലവിൽ വന്ന സംസ്ഥാനം ഹരിയാന. സംസ്ഥാനത്തെ 86% സ്കൂളുകളിലെയും പുകയിലരഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ. സംസ്ഥാനത്തെ 86% സ്കൂളുകളെയും പുകയിലരഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ. രാമായണം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? രാമ പ്ലസ് അയനമാണ് രാമായണം. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1971. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷമാണ് 1971. കശുവണ്ടി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 6. കശുവണ്ടി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 6. ടെക്നോ പാർക്ക് പ്രവർത്തനമാരംഭിച്ച വർഷം 1990. ടെക്നോ പാർക്ക് പ്രവർത്തനമാരംഭിച്ച വർഷം 1990. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ലയാണ് എറണാകുളം. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല എറണാകുളം. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല എറണാകുളം. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം എറണാകുളം. മത്സ്യഫെഡ് രൂപീകൃതമായ വർഷം 1986. മത്സ്യഫെഡ് രൂപീകൃതമായ വർഷം 1986. മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നമാണ് ന്യൂട്രീഷൻ. മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നം എന്താണ്? ന്യൂട്രീഷൻ. മത്സ്യഫെഡ് രൂപീകൃതമായത് 1986. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം എറണാകുളം. ഈ മത്സ്യഫെഡിൻ്റെ വാർത്താപത്രികയാണ് ചാകര. കേരളത്തിൽ സമുദ്രമത്സ്യ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനമുള്ള ജില്ല കൊല്ലം. കേരളത്തിൽ സമുദ്രമത്സ്യ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനമുള്ള ജില്ല കൊല്ലം. ഇനി കുറച്ച് മത്സ്യബന്ധന തുറമുഖങ്ങളാണ് പറയുന്നത്. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം എറണാകുളം. ചേറ്റുവ തുറമുഖം എവിടെയാണ്? എറണാകുളം. മുനമ്പം തൃശ്ശൂർ. ചേറ്റുവ എറണാകുളം, മുനമ്പം തൃശ്ശൂർ. ചെറുവത്തൂർ കണ്ണൂർ. പുതിയാപ്പ മലപ്പുറം. മുതലപ്പൊഴി കാസർഗോഡ്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യമാണ് ചെമ്മീൻ. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ലയാണ് ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം കുമരകം. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം കുമരകം. NW3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കൊല്ലം ടു കോഴിക്കോട്. NW3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കൊല്ലം ടു കോഴിക്കോട്. കേരളത്തിൽ റെയിൽവേ ലൈൻ ആരംഭിച്ച വർഷം 1861. കേരളത്തിൽ റെയിൽവേ ലൈൻ ആരംഭിച്ച വർഷം 1861. 2026 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ. 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ. 2025-26 രഞ്ജി ട്രോഫി കിരീട ജേതാക്കളാണ് ജമ്മു കാശ്മീർ. 2025-26 രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ ജമ്മു കാശ്മീർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനത്തിന് പറയുന്ന പേരാണ് സർദാർ പട്ടേൽ ഭവൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനത്തിന് പറയുന്ന പേര് സർദാർ പട്ടേൽ ഭവൻ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കമ്മിറ്റി സപ്രൂ കമ്മിറ്റി. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കമ്മിറ്റിയാണ് സപ്രൂ കമ്മിറ്റി.
ഇന്ത്യയിൽ പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ 6. പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ 6. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി നീളം 1600 കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി നീളം 1600 കിലോമീറ്റർ. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തി ഡയഫ്രം. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തിയാണ് ഡയഫ്രം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഥാർ മരുഭൂമി. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഥാർ മരുഭൂമി.